വിദ്യാലയങ്ങളിൽ ഒരു ഔഷധോദ്യാനം പദ്ധതിക്ക് കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ തുടക്കമായി. എൻ കെ പ്രേമചന്ദ്രൻ എം പി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കോളേജ് ക്യാമ്പസിൽ അദ്ദേഹം നീർമരുത് തൈ നട്ടു. രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഭീമമായ തുക ചിലവിടേണ്ടി വരുന്ന ഈ കാലഘട്ടത്തിൽ സാധാരണക്കാർക്ക് ആശ്രയം ആയുർവേദമാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു. ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റും നാഗാർജുന ആയുർവേദവുമായി സഹകരിച്ച് യാഥാർത്ഥ്യമാക്കുന്ന വിദ്യാലയങ്ങളിൽ ഒരു ഔഷധോദ്യാനം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഔഷധ സസ്യങ്ങളുടെ ദൗർലഭ്യം ആയുർവേദത്തിന് വെല്ലുവിളിയാകുമ്പോൾ ഇത്തരം പദ്ധതികൾക്ക് പ്രാധാന്യമുണ്ടെന്നും എം പി പറഞ്ഞു. സസ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക അറിവ് നേടാനും പദ്ധതി ഉപകാരപ്പെടുമെന്നും പ്രേമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. പരിധിവരെ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന പ്രധാനപ്പെട്ട സംവിധാനങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ ഔഷധ സസ്യങ്ങളാണ്, ഔഷധ ചെടികളാണ്. അത് വലിയ തോതിൽ ആശ്വാസം നൽകിക്കൊണ്ടിരുന്ന ആ ഔഷധ സസ്യങ്ങൾ അന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഈ പറയുന്ന എല്ലാ ആയുർവേദ കേന്ദ്രങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. ഓരോ ആയുർവേദ ആശുപത്രിയും അവർ തുടങ്ങുമ്പോൾ തന്നെ എനിക്കൊന്ന് നാഗാർജുന ആയുർവേദ ഇവിടെ നേരത്തെ സാർ സൂചിപ്പിച്ച അവർക്ക് അവരുടേതായ ഔഷധ സസ്യത്തോട്ടമുണ്ടെങ്കിലേ കഴിയൂ എന്ന നിലയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത്തരമൊരു പ്രതിസന്ധി ഇതിന്റെ പ്രാധാന്യം വളർന്നു വരുന്ന പുതിയ തലമുറയിൽ ബോധവൽക്കരിക്കുന്നതിനും ഇത് നിലനിർത്തുന്നതിനും അന്യം വന്നു പോകാതെ നിലനിർത്തുന്നതിനും ഉപകരിക്കുന്ന നിലയിലുള്ള ഒരു ബോധവൽക്കരണം സൃഷ്ടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നാഗാർജുന ആയുർവേദ ഇത്തരത്തിലൊരു നല്ല സംരംഭവുമായി. കാരണം ഈ ആയുർവേദ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിന് വലിയ സ്ഥലം വേണ്ട, ചെറിയ സ്ഥലപരിമിതിക്കുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ചെറിയ. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിന്ധിയ കാതറിൻ മൈക്കിളിന്റെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കോളേജ് മാനേജർ റവറന്റ് ഫാദർ അഭിലാഷ് ഗ്രിഗറി, നാഗാർജുന റീജിയണൽ മാനേജർ കെ ശ്രീകുമാർ, ഡോക്ടർ റോബിൻ ജോസഫ്, ഡോക്ടർ ഷാജു പി എൻ, അലൻ അച്ഛൻകുഞ്ഞ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.